നിങ്ങളെവിടെയാണോ പ്രാർത്ഥിച്ചത് അവിടെ തന്നെ നിങ്ങളൊരു മറുപടി കാണും. നിങ്ങളെവിടെ ഇരുന്നാണോ കരഞ്ഞത് അവിടെ തന്നെ നിങ്ങളുടെ മറുപടി നിങ്ങൾ കാണും. നിങ്ങളെവിടെയാണോ ഞെരങ്ങിയത് അവിടെ തന്നെ ദൈവം നിങ്ങൾക്കൊരു വിശാലത തരും. തിരുവെഴുത്തുകൾ പരിശോധിച്ചാൽ ഹന്ന എന്ന സഹോദരി ഒരു തലമുറയെ ആഗ്രഹിച്ച് ആണ്ടുതോറും ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അവളുടെ ഭാരം മുഴുവൻ അവൾ ഇറക്കി വെച്ചത് ആലയത്തിലാണ്. അവൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചത് ആലയത്തിലാണ്. ചില വർഷങ്ങൾ അവൾക്കങ്ങനെ പ്രാർത്ഥിക്കേണ്ടി വന്നു. ചില വർഷങ്ങൾ അവൾ ആലയത്തിൽ വന്ന് കരഞ്ഞു. ബൈബിൾ പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ഹന്ന ആലയത്തിൽ വന്ന് കരഞ്ഞു, ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ആലയത്തിൽ വെച്ച് തന്നെ കേട്ടു. ആലയത്തിൽ നിന്നൊരു ശബ്ദം പുറത്തു വന്നു, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി വരികയാണ്. അതേ, ദൈവം വാക്കു പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. പിന്നീട് നാം കാണുന്നത് അവൾ പ്രാർത്ഥിച്ച മറുപടിയുമായി, അവൾക്ക് ദൈവം കൊടുത്ത തലമുറയുമായി അവൾ ആലയത്തിൽ വന്ന് ദൈവത്തെ സ്തുതിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, എവിടെയാണോ നിങ്ങൾ പ്രാർത്ഥിച്ചത്, എവിടെയാണോ നിങ്ങൾ കരഞ്ഞത്, അവിടെ തന്നെ ഒരു മറുപടി വരുന്നുണ്ട്, അവിടെ തന്നെ ഒരു മാന്യത വരുന്നുണ്ട്. ഇന്നു പകൽ നിങ്ങളുടെ ഭവനത്തിലാണോ നിങ്ങൾ കരയുന്നത്, നിങ്ങളുടെ ഭവനത്തിലാണോ നിങ്ങൾ ഞെരങ്ങുന്നത്, അതേ, നിങ്ങളുടെ ഭവനത്തിൽ തന്നെ ഒരു മറുപടി ദൈവം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്താൻ പോവുകയാണ്. ഇസഹാക്ക് താൻ പാർത്തിരുന്ന ദേശത്ത് ക്ഷാമം വന്നപ്പോൾ ദൈവം ഇസഹാക്കിനോട് പറഞ്ഞു, ഈ ക്ഷാമകാലത്ത് ഈ ദേശത്ത് തന്നെ നീ പാർക്കണം, ഈ ദേശം വിട്ട് നീ എങ്ങോട്ടും പോകരുത്, ഞാൻ ഇവിടെ തന്നെ നിനക്ക് മറുപടി തരും. പ്രിയപ്പെട്ടവരെ, ക്ഷാമകാലത്ത് ക്ഷാമമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ നമ്മുടെ ദൈവം ക്ഷാമത്തിനപ്പുറമായ അനുഗ്രഹവും കാണുന്നവനാണ്. എവിടെയാണോ അവൻ ഞെരങ്ങിയത്, എവിടെയാണോ അവൻ തളർന്നത്, അവിടെ തന്നെ ദൈവം ഒരു കൊയ്ത്ത്, ഒരു 100 മേനി വിളവ് ഇസഹാക്കിന് നൽകിയെങ്കിൽ, ഇന്ന് പകൽ നിങ്ങൾ കരയുന്ന ഇടത്ത്, നിങ്ങൾ ഞെരങ്ങുന്ന ഇടത്ത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഇടത്ത് തന്നെ ദൈവം നിങ്ങൾക്ക് മറുപടി തരാൻ പോവുകയാണ്. വിശ്വസിക്കുക മാത്രം ചെയ്യുക. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.